ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2024 ഏപ്രിൽ 15 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായത് ആരാണ്? കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായത് സന്തോഷ് കുമാർ ഝായാണ്. സന്തോഷ് കുമാർ ഝാ. മഹാരാഷ്ട്രയിലെ റോഹയെയും കർണാടകത്തിലെ മംഗലാപുരത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽ പാതയാണിത് കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ റോഹയെയും കർണാടകത്തിലെ മംഗലാപുരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽ പാതയാണിത് കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ കൊങ്കൺ റെയിൽവേയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സന്തോഷ് കുമാർ ഝായാണ്. സന്തോഷ് കുമാർ ഝാ. അടുത്ത ചോദ്യം. US പ്രസിഡൻറ്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ ജൈന ആത്മീയാചാര്യൻ. US പ്രസിഡൻറ്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ ജൈന ആത്മീയാചാര്യനാണ് ലോകേഷ് മുനി. ലോകേഷ് മുനി. US പ്രസിഡൻറ്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ ജൈന ആത്മീയാചാര്യനെ ചോദിക്കുകയാണെങ്കിൽ ലോകേഷ് മുനിയാണ്. ലോകേഷ് മുനി. അടുത്ത ചോദ്യം. പാം ഡിയോർ മത്സര വിഭാഗത്തിൽ 2024 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ അത് ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. പാം ഡിയോർ മത്സര വിഭാഗത്തിലാണ്. പാം ഡിയോർ മത്സര വിഭാഗത്തിൽ 2024 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. അടുത്ത ചോദ്യം. സുരേഷ് ഇളമൺ രചിച്ച പ്രശസ്ത പക്ഷി നിരീക്ഷകനായ KK നീലകണ്ഠൻ. ഇന്ദുചൂടൻ അല്ലേ? KK നീലകണ്ഠൻ്റെ ജീവിത കഥ പറയുന്ന പുസ്തകം അത് പക്ഷികളും ഒരു മനുഷ്യരുമാണ്. പക്ഷികളും ഒരു മനുഷ്യരും എന്ന് പറയുന്നത് ആരെഴുതിയ പുസ്തകമാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സുരേഷ് ഇളമൺ രചിച്ച പുസ്തകമാണ് പക്ഷികളും ഒരു മനുഷ്യരും. അത് ആരുടെ കഥയാണ്? അത് KK നീലകണ്ഠൻ്റെ ജീവിത കഥ പറയുന്ന പുസ്തകമാണ്. ഏത്? പക്ഷികളും ഒരു മനുഷ്യരും എന്ന് പറയുന്നത്. പക്ഷികളും ഒരു മനുഷ്യരും. നമുക്കറിയാം ഈ ഇന്ദുചൂടൻ എന്ന് പറയുന്നത് ആരാണ്? ഇന്ദുചൂടൻ എന്ന് പറയുന്ന ഒരു തൂലികാനാമമാണല്ലേ. ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു KK നീലകണ്ഠൻ. ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആര്? KK നീലകണ്ഠൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പ്രശസ്തനായ പക്ഷി നിരീക്ഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പറയുന്ന പുസ്തകമാണ് പക്ഷികളും ഒരു മനുഷ്യരും. അടുത്ത ചോദ്യം. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളിൽ ജീവൻ്റെ സാധ്യത തേടി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളിൽ ജീവൻ്റെ സാധ്യത തേടി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ക്ലിപ്പർ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളിൽ ജീവൻ്റെ സാധ്യത തേടി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ചോദിക്കാനുള്ളത് ക്ലിപ്പറാണ്. ക്ലിപ്പർ. അടുത്ത ചോദ്യം. ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം. ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ഉദിത്. ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ചോദിക്കുകയാണെങ്കിൽ അത് ഉദിത്. അടുത്ത ചോദ്യം. ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം. ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റമാണ് IGLA-S എന്ന് പറയുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റമാണിത് IGLA-S എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ പിടിച്ചടക്കാൻ ഇന്ത്യ 1984 നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ മേഘദൂത്. എന്താണ്? 1984 ഏപ്രിൽ 13 അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഇപ്പോൾ ഇത് പഠിക്കുന്നത്. 1984 ഏപ്രിൽ 13 ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായിട്ടുള്ള സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യം. ഓക്കെ, ഓപ്പറേഷൻ മേഘദൂത് എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ മേഘദൂത് 1984
അടുത്ത ചോദ്യം, ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന രാജ്യം. ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന രാജ്യം റഷ്യയാണ്. റഷ്യയ്ക്ക് ശേഷം യുക്രൈനും ചൈനയുമാണ്. ചൈനയാണ് ഏറ്റവും കൂടുതൽ സൈബർ ക്രിമിനലുകളുള്ള രാജ്യം. ഇന്ത്യയുടെ സ്ഥാനം 10ാം സ്ഥാനമാണ്. ഇന്ത്യക്ക് 10ാം സ്ഥാനമാണ് ഉള്ളത്. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക നടപടി. 2024 ഏപ്രിലിൽ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. 2024 ഏപ്രിൽ 1 സിറിയയിലെ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടി കൊടുക്കാനായിട്ട് ഇറാൻ നടത്തിയ ആക്രമണമാണിത്. ഓക്കെ, താങ്ക് യു.